ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ വരയ്ക്കാൻ പോകുന്ന ഒരു ലാൻഡ്സ്കേപ്പാണ്. ബിഗിനേഴ്സിനും കൂടി ഹെൽപ്ഫുള്ളായിട്ടുള്ള രീതിയിൽ ആണ് ഞാൻ ഈ ഡ്രോയിങ് ചെയ്തിരിക്കുന്നത്. അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന മീഡിയം എന്ന് പറയുന്നത് ഓയിൽ പാസ്റ്റൽസ് ആണ്. ഞാൻ ഔട്ട്ലൈനൊന്നും വരയ്ക്കുന്നില്ല, ഡയറക്റ്റായിട്ട് തന്നെ കളർ അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. യെല്ലോ കളർ വെച്ചിട്ട് തന്നെ പേപ്പറിനെ രണ്ടായിട്ട് സെപ്പറേറ്റ് ചെയ്യുന്ന രീതിയിൽ സെൻറ്റർ പോർഷനിൽ ഈ കാണുന്നൊരു വിട്ടില്ലേ, ആ ഒരു ലെവലിൽ ഞാൻ യെല്ലോ കളർ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. പേപ്പറിൻ്റെ വൈറ്റ് പോർഷൻ കാണാത്ത രീതിയിൽ തിക്കായിട്ട് തന്നെ കളർ ഞാൻ അപ്ലൈ ചെയ്യണം. കാരണം നമ്മൾ ഈ ബ്ലെൻഡ് ചെയ്തെടുക്കുന്ന സമയത്ത് നമുക്ക് കളർ തിക്കായിട്ട് അപ്ലൈ ചെയ്താലാണ് കൂടുതൽ ഭംഗിയായിട്ട് കിട്ടണുണ്ടാവുക. അതുകൊണ്ട് നമ്മൾ വൈറ്റ് പോർഷൻ കാണാത്ത രീതിയിൽ കളർ അപ്ലൈ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഷെയ്ഡാണ് ലാൻഡ്സ്കേപ്പിന്, ഇപ്പോൾ സ്കൈൻ്റെയൊക്കെ വ്യൂ കിട്ടുന്നതിന് വേറെ ഏതെങ്കിലും കളറാണ് വേണ്ടെങ്കിൽ അതും അപ്ലൈ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് എൻ്റെ കൂടെ തന്നെ വരച്ച് പോകാവുന്നതാണ്. അപ്പോൾ നമുക്ക് കൂടുതൽ ഈസി ആയിരിക്കും, നമുക്ക് ഒരുമിച്ച് വരച്ച് പോവാം. ഇതുപോലെ വരച്ചതിന് ശേഷം ഞാൻ അടുത്ത ലെയറായിട്ട് ചെയ്യാൻ പോകുന്നത് ഓറഞ്ച് കളറാണ്. ഓറഞ്ചിൻ്റെ ഡാർക്ക് ഷെയ്ഡോ ലൈറ്റ് ഷെയ്ഡോ ഏതായാലും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. നമ്മൾ യെല്ലോ ചെയ്തതുപോലെ തന്നെ ഓറഞ്ചും അപ്ലൈ ചെയ്ത് കൊടുക്കുക. തിക്കായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോഴാണ് നമ്മുടെ യെല്ലോയും ഓറഞ്ചും തമ്മിൽ ബ്ലെൻഡ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് ആ ട്രാൻസിഷൻ കറക്റ്റായിട്ട് കിട്ടുന്നത് നമ്മൾ തിക്കായിട്ട് കളർ അപ്ലൈ ചെയ്യുമ്പോഴായിരിക്കും. നിങ്ങൾ എൻ്റെ കൂടെ തന്നെ വരച്ച് പോകുകയാണെന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് സ്പീഡ് കൂടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് വീഡിയോ പോസ് ചെയ്തിട്ട് വരച്ചതിന് ശേഷം കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. നമ്മൾ യെല്ലോൻ്റെ മുകളിൽ ഏത് രീതിയിലാണോ കളർ അപ്ലൈ ചെയ്യുന്നത് അതേ രീതിയിൽ തന്നെ ഞാൻ യെല്ലോൻ്റെ താഴത്തും കളർ സെയിം പാറ്റേണിൽ തന്നെ യെല്ലോൻ്റെ താഴത്തും ഓറഞ്ച് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഈ ഓറഞ്ചിൻ്റെ മുകളിലായിട്ട് ഞാൻ റെഡ് കളറാണ് കൊടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് വേറെ ഷെയ്ഡ്സ്, ഇപ്പോൾ പിങ്കോ ബ്ലൂ, ഞാനിപ്പോൾ ഒരു ഈവനിങ് ടൈമിലുള്ള സ്കൈയാണ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഞാൻ ഈ ഷെയ്ഡ് കൊടുത്തത്. നിങ്ങൾക്കിപ്പോൾ അല്ലാണ്ട് വേറെ ബ്ലൂ കൊടുക്കുന്നെങ്കിൽ, ഇപ്പോൾ നിങ്ങൾക്ക് ഡേ ടൈമിലുള്ള സ്കൈയാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ബ്ലൂ കളറിൻ്റെ ഷെയ്ഡ്സ് തന്നെ ലൈറ്റ് ഷെയ്ഡും ഡാർക്ക് ഷെയ്ഡൊക്കെ തന്നെ അപ്ലൈ ചെയ്തിട്ട് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഈവനിങ് ടൈം ആയതുകൊണ്ട് എനിക്ക് ഈ ഷെയ്ഡാണ് ചെയ്യാൻ തോന്നിയേ. അല്ല, നിങ്ങൾക്ക് പിങ്കും റെഡും എല്ലാം ഇതുപോലെ ട്രാൻസിഷൻ കൊടുക്കാവുന്നതാണ്. അപ്പോഴും നമ്മുടെ ആ ഒരു ഈവനിങ് ടൈമിലുള്ളൊരു എഫക്റ്റ് കിട്ടും. റെഡ് നമ്മൾ മുകളിൽ റെഡ് കൊടുത്ത പോലെ തന്നെ നമ്മുടെ ഈ യെല്ലോയും ഓറഞ്ച് താഴത്ത് അപ്ലൈ ചെയ്തില്ലേ, അതിൻ്റെ താഴത്തായിട്ടും നമുക്ക് ഈ റെഡ് കളർ തന്നെ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ തിക്കായിട്ട് തന്നെയാണ് അപ്ലൈ ചെയ്യുന്നത് കേട്ടോ. വൈറ്റ് പോർഷനൊന്നും കാണാത്ത രീതിയിൽ മാക്സിമം തിക്കായിട്ട് തന്നെ കളർ അതിൽ അപ്ലൈ ചെയ്യാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാനതിൻ്റെ ലാൻഡിൻ്റെ പോർഷൻ ചെയ്യുന്നതിനായിട്ട് ഞാനിവിടെ ബ്ലാക്ക് അക്രിലിക് കളറാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേറെ ഓയിൽ പാസ്റ്റൽസിൻ്റെ തന്നെ ബ്ലാക്ക് കളർ വെച്ചിട്ട് ഇത് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് പെർമനൻറ്റ് മാർക്കർ വെച്ചിട്ട് ചെയ്യാം. കളർ പെൻസിലൊക്കെ ഇതിൻ്റെ മേളിൽ അപ്ലൈ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. ഓയിൽ പാസ്റ്റൽസും പിന്നെ നമുക്ക് അക്രിലിക് പെയിൻറ്റും ആയിരിക്കും കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ളത്. അപ്പോൾ ഞാനിവിടെ അക്രിലിക് പെയിൻറ്റാണ് എടുത്തേക്കുന്നത്. അതിൻ്റെ ബ്ലാക്ക് കളർ എടുത്തിട്ട് ഞാൻ ഇതുപോലെ അതിൻ്റെ ലാൻഡിൻ്റെ പോർഷൻസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനു മുന്നേ ഞാൻ ഈ കളേഴ്സ് എല്ലാം തമ്മിൽ ബ്ലെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ ആദ്യം യെല്ലോയും ഓറഞ്ച് റെഡ് അപ്ലൈ ചെയ്തില്ലേ, അതിനെ ഞാനെല്ലാം ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്. അത് ഞാനൊരു സോഫ്റ്റ് ടിഷ്യൂ വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കോട്ടൺ ബഡ്സ് യൂസ് ചെയ്തിട്ടും അത് ബ്ലെൻഡ് ചെയ്തെടുക്കാം. നമ്മൾ ആ ബ്ലെൻഡ് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ തിക്കായിട്ട് കളർ അപ്ലൈ ചെയ്താലാണ് അത് ഇതുപോലെ ബ്ലെൻഡായിട്ട് കിട്ടുന്നത്. ഇപ്പോൾ നോക്കിയേ, ആ ട്രാൻസിഷൻ, ആ മൂന്ന് കളറും തമ്മിലുള്ള ട്രാൻസിഷൻ കറക്റ്റായിട്ട് വന്നിട്ടില്ലേ. അതുപോലെ നമ്മൾ ബ്ലെൻഡ് ചെയ്തെടുക്കുമ്പോൾ ഇതുപോലെ വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ കളർ തിക്കായിട്ട് അപ്ലൈ ചെയ്യണം. കളേഴ്സ് എല്ലാം തമ്മിൽ മിക്സായി കിട്ടും. അപ്പോൾ നമ്മളിടയ്ക്ക് ഇതുപോലെ കളേഴ്സ് കുറച്ചാണ് നമ്മൾ പേപ്പറിൽ കൊടുത്തതെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ കറക്റ്റായിട്ടുള്ള ഒരു ബ്ലെൻഡിങ് കിട്ടത്തില്ല. അതിനുശേഷം ഞാനവിടെ കുറച്ച് ട്രീസൊക്കെ കൊടുക്കുന്നുണ്ട്. ട്രീസും നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് അവിടെ ട്രീസ് വേണ്ട, ബുഷസ്, പ്ലാന്റ്സ് ഒക്കെയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അതുപോലെ ചെയ്യാം. പിന്നെ കുറച്ച് ബേഡ്സ്.
ബേഡ്സ് ഇങ്ങനെ പറന്ന് പോകുന്ന രീതിയിൽ ബേഡ്സ് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ട്രീസിന് കുറച്ചും കൂടി ഡീറ്റെയിലിംഗ് കൊടുക്കുവാണ്. ലീവ്സൊക്കെ കൊടുത്തിട്ട് കുറച്ചും കൂടി ഡീറ്റെയിലിംഗ് ആയിട്ട് ട്രീസ് ചെയ്യുവാണ്. പിന്നെ ലാൻഡിൽ കുറച്ച് ഈ പുല്ലൊക്കെ നിൽക്കുന്ന ചെടികളൊക്കെ നിൽക്കുന്ന പോലെ ആ ലാൻഡ് വരച്ച പോർഷനിൽ ബ്രഷ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് സ്ട്രോക്സുകൾ ഇട്ട് കൊടുക്കുകയാണ്. ഓക്കെ, നമുക്ക് ഫൈനലായിട്ട് ഇങ്ങനെയാണ് കിട്ടുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ബൈ.